അളവില്ലാതെ നൽകുന്ന അന്നത്തിനും സ്നേഹത്തിനും കണക്കില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് അമ്മയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയാൽ സ്വയം ഉയരുക. നിങ്ങളെ തന്നെ തരം താഴ്ത്തരുത്. മനസ്സിന് നിങ്ങളുടെ ശത്രുവുമാകാം, ഏറ്റവും നല്ല സുഹൃത്തുമാകാം. ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസമില്ലാത്തത് അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. പ്രശ്നങ്ങളില്ലാതെ ജീവിതമില്ല. പരിഭവങ്ങളില്ലാതെ മനുഷ്യരില്ല. തോൽവി നേരിടാത്ത വ്യക്തികളില്ല. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തില്ല. ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടെങ്കിൽ മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലരുണ്ടാകും. സ്വയം വിശ്വസിക്കുക, സ്വയം സ്നേഹിക്കുക, സ്വയം വിലമതിക്കുക എന്നതിനോളം സ്വാർത്ഥവും എന്നാൽ അത്രത്തോളം തന്നെ മൂല്യവത്തതുമായ കാര്യം മറ്റൊന്നുമില്ല ജീവിതത്തിൽ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയത്തെ നിങ്ങൾക്ക് 3 വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. മാറി ചിന്തിക്കാം, അംഗീകരിക്കാം, വിട്ടുകളയാം. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക. അംഗീകരിക്കാൻ പറ്റാത്തവയെ വിട്ടുകളയുക. ദേഷ്യത്തിൻ്റെ ഒരു നിമിഷം ക്ഷമിച്ചാൽ ദുഃഖത്തിൻ്റെ 100 ദിവസങ്ങളിൽ നിന്നും രക്ഷ നേടാം. ക്ഷമയ്ക്കു പകരം ക്ഷമ മാത്രമേ ഉള്ളൂ. ക്ഷമ തോൽക്കുന്നിടത്ത് പരാജയവും ടെൻഷനും കൂടെപ്പിറപ്പായി ഉണ്ടാകുമെന്ന തത്വം മറക്കാതിരിക്കുക. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർത്ഥ്യമല്ല. അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. എത്ര വലിയ സിംഹാസനത്തിൽ എത്തിയാലും ഞാൻ എന്ന ഭാവത്തെ കൂട്ടുപിടിച്ചാൽ അവിടെ നിന്ന് വിനയത്തോടൊപ്പം വിജയവും പിന്മാറും. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുത്. കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും. നിങ്ങൾ ലോകത്തിന് എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ലോകവും നിങ്ങൾക്ക് തിരിച്ചു തരികയുള്ളൂ. വിട്ടുപോകാൻ നിർബന്ധം പിടിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹത്വം. നിശബ്ദതയും പുഞ്ചിരിയും 2 ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയും. സങ്കടങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് വാക്കുകളിലൂടെ ആർക്കും മനസ്സിലായെന്ന് വരില്ല. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെയാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാകും. നമ്മൾ കിട്ടില്ലെന്ന് ഉറപ്പിച്ചത് പോലും നമ്മളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും. മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ച് ഒന്നും ചെയ്യരുത്. നമുക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ്. ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും അതിൽ സങ്കടപ്പെടരുത്. മനുഷ്യന് അസാധ്യമായത് ഒന്നും ഈ ലോകത്തില്ല എന്നതാണ് സത്യം. എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു.